ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ISLന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഇന്ന് നടന്നിരുന്നു. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ സ്പെഷ്യൽ ജനറൽ മീറ്റിംഗ് ആയിരുന്നു ഇന്ന് നടന്നിരുന്നത്. എല്ലാവരും ഇതിലേക്ക് ഉറ്റുനോക്കിയിരുന്നു. അതായത് ജീനിയസ് സ്പോർട്സിന്റെ ഒരു ബിഡ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ലഭിച്ചിരുന്നു. അങ്ങനെ ഫെഡറേഷന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഈ സ്പെഷ്യൽ ജനറൽ മീറ്റിംഗിലേക്ക് ഇത് നൽകുകയായിരുന്നു. അവരാണ് ഇത് അപ്രൂവ് ചെയ്യേണ്ടത്. പക്ഷെ ഇന്ന് അത് അപ്രൂവ് ആയിട്ടില്ല എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. 19ന്റെ സ്റ്റോപ്പേജ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ജീനിയസ് സ്പോർട്സ് ISL നടത്തുന്നതിന് വേണ്ടി നൽകിയ ആ ഒരു ബിഡ് ഉണ്ടല്ലോ, അത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ സ്പെഷ്യൽ ജനറൽ മീറ്റിംഗിൽ അപ്രൂവ് ആയിട്ടില്ല, അതിന് അംഗീകാരം നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ഇനി ഒരിക്കൽ കൂടി ഇത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി പരിശോധനയ്ക്ക് വിധേയമാക്കും. അതിനുശേഷം ലാസ്റ്റ് കോളിന് വേണ്ടി ഇത് അഥവാ ഫൈനൽ കോളിന് വേണ്ടി ഇത് വീണ്ടും തിരിച്ചയക്കും എന്നുള്ളതാണ്. അതായത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഈ ബിഡിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും. എന്നിട്ട് അതിൽ ഒരു അന്തിമ തീരുമാനം എടുക്കാൻ വേണ്ടി SGMന് വീണ്ടും അത് നൽകും എന്നുള്ളതാണ്. അന്നാണ് ഇക്കാര്യത്തിൽ ഒരു ഫൈനൽ ഡിസിഷൻ ഉണ്ടാവുക. ഇന്നത്തെ മീറ്റിംഗിൽ SGM ഇത് അപ്രൂവ് ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് കൊമേഴ്ഷ്യൽ ഡീൽ നീണ്ടു പോവുകയാണ്. ക്ലബ്ബുകൾക്ക് ജീനിയസ് സ്പോർട്സിന്റെ ഡീലിനോട് വലിയ താല്പര്യമില്ല. പക്ഷെ ഫെഡറേഷൻ ഇതിനാണ് മുൻഗണന നൽകുന്നത്. ക്ലബ്ബുകൾ ആവശ്യപ്പെടുന്നത് പ്രീമിയർ ലീഗ് മാതൃകയിൽ ക്ലബ്ബുകൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ ഒരു ലീഗ് നടത്തണം എന്നുള്ളതാണ്. പക്ഷെ അത് ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പരിഗണിക്കുന്നില്ല. എന്നാൽ ജീനിയസ് സ്പോർട്സിന്റെ ബിഡിന്റെ കാര്യത്തിലും ഇപ്പോൾ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഫെഡറേഷന്റെ SGM ഇന്ന് ഇത് നിരസിച്ച് കഴിഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.